അടിയും തിരിച്ചടിയുമായി പാകിസ്ഥാനും ഇറാനും ഏറ്റുമുട്ടി ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ മറ്റൊരു ഏറ്റുമുട്ടലിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അഫ്ഗാനിസ്ഥാന്റെ അതിർത്തി കടന്ന് പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ 8 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായി താലിബാൻ അറിയിച്ചിരുന്നു. പാകിസ്ഥാൻ വിമാനം പാക് അതിർത്തിക്ക് സമീപമുള്ള ഖോസ്റ്റ്, പക്തിക പ്രവിശ്യകളിൽ ബോംബാക്രമണം നടത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുണ്ടായിരുന്നത്. മാർച്ച് 17 പുലർച്ചെ 3 മണിയോടെ ഉണ്ടായ 2 എയർ സ്ട്രൈക്കിൽ സ്ത്രീകളും കുട്ടികളുമാണ് കൊല്ലപ്പെട്ടതെന്ന് താലിബാൻ പറയുകയുണ്ടായി. തൊട്ടു പിന്നാലെ ഇതിന് തിരിച്ചടിയായി മാർച്ച് 18 അതിർത്തിയിൽ പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ കനത്ത ആയുധങ്ങൾ പ്രയോഗിച്ച് താലിബാനും മുന്നോട്ട് വന്നു. അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെയൊരു ആക്രമണം പാകിസ്ഥാനെ പ്രകോപിപ്പിച്ചത് എന്തെന്ന് വ്യക്തമായിട്ടില്ലെങ്കിലും പാകിസ്ഥാനിൽ അടുത്തിടെ നടന്ന തീവ്രവാദി ആക്രമണങ്ങൾക്ക് ഉത്തരവാദികൾ അഫ്ഗാനിസ്ഥാൻ മണ്ണിൽ നിന്നുള്ളവരാണ് എന്നുള്ള പാക് ധാരണയാണ് ഈ ആക്രമണത്തിന് കാരണം. പാകിസ്ഥാനിന്റെ ഇസ്ലാമാബാദിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് സ്ഫോടക വസ്തുക്കളും ചാവേർ ബോംബുകളും നിറച്ച വാഹനം ഉപയോഗിച്ച് അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിക്കടുത്തുള്ള വടക്കു പടിഞ്ഞാറൻ പാകിസ്ഥാനിലെ സൈനിക പോസ്റ്റിൽ ഒരു സായുധ സംഘം ആക്രമണം നടത്തി. പാകിസ്ഥാന്റെ 7 സുരക്ഷാ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടതായി പാകിസ്ഥാൻ സൈന്യം അറിയിക്കുകയും ചെയ്തു. ഖൈബർ പഖ്തൂൺഖ എന്ന പ്രവിശ്യയിലെ നോർത്ത് വസീറിസ്ഥാനിൽ മാർച്ച് 16 ആക്രമണം നടന്നത്. ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് സൈനിക മാധ്യമ വിഭാഗം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും പുതുതായി രൂപീകരിച്ച ജെയ്ഷ്-ഇ-മുഹമ്മദ് എന്ന സംഘടന അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു. ഈ ഗ്രൂപ്പ് അഫ്ഗാനിസ്ഥാനിലാണ് തങ്ങളുടെ കേന്ദ്രം കെട്ടിപ്പടുത്തതെന്നും അതുകൊണ്ട് അവരെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചതെന്നും പാകിസ്ഥാൻ പറയുകയുണ്ടായി. ഈ ആക്രമണത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി വ്യക്തമാക്കിയതിനു പിറകെയാണ് ഈ അടിയും തിരിച്ചടിയും എല്ലാം ഉണ്ടായിരിക്കുന്നത്. സമീപ മാസങ്ങളിൽ ഇത്തരം ആക്രമണങ്ങൾ വർദ്ധിച്ചിട്ടുണ്ടെന്നും അവയിൽ പലതും തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാനാണ് ചെയ്തതെന്നും പറഞ്ഞു. എന്നാൽ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഇത് നിഷേധിക്കുകയായിരുന്നു. സ്വന്തം പ്രദേശങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായ്മയുടെയും അവിടെയുള്ള പ്രശ്നങ്ങളുടെയും പേരിൽ അഫ്ഗാനിസ്ഥാനെ കുറ്റപ്പെടുത്തേണ്ടതില്ലെന്നും താലിബാൻ വക്താവ് മുജാഹിദ് പ്രസ്താവനയിൽ പറഞ്ഞു. താലിബാൻ 2021 അഫ്ഗാനിസ്ഥാനെ കീഴ്പ്പെടുത്തിയത് മുതലാണ് പാകിസ്ഥാനും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള സംഘർഷം മൂർച്ഛിച്ചത്. 2 വർഷത്തിലേറെയായി തെഹ്രീക്ക്-ഇ-താലിബാൻ പാകിസ്ഥാൻ എന്ന സംഘടന കാരണം ഞങ്ങൾ നിരാശയിലാണെന്ന് പാകിസ്ഥാൻ അധികൃതർ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്കെതിരെ നടപടിയെടുക്കാൻ താലിബാനെ പ്രേരിപ്പിച്ചിട്ടും അവർ നടപടിയൊന്നും എടുത്തില്ലെന്ന് കുറ്റപ്പെടുത്തി. താലിബാന്റെ നയതന്ത്ര തീരുമാനം അർത്ഥമാക്കുന്നത് തീവ്രവാദികളെ അകറ്റാൻ അവർക്ക് കഴിയില്ല എന്ന് തന്നെയാണ്. ഇപ്പോൾ നടന്ന ഈ ഒരു ആക്രമണം തുടരുമോ എന്ന കാര്യത്തിലും വിദഗ്ധർ വ്യക്തതയൊന്നും തന്നിട്ടില്ല. എന്നിരുന്നാലും വലിയൊരു സംഘടനയിലേക്ക് വ്യാപിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ട്.